ഗൗരവീക്ഷിച്ച പ്രിയപ്പെട്ട ഷാബു സാറ്, ജോസഫ്, ബഹുമാനപ്പെട്ട സിസ്റ്റർ റെജീന, അൽഫോൻസിൻ സെൻട്രൽ ഡയറക്ടർ, പ്രിയപ്പെട്ട റപ്പേരച്ച, വൈദികരെ, സമർപ്പിതരെ, അധ്യാപകരെ, വാത്സല്യമുള്ള കുട്ടികളെ, നമ്മളുടെ സഭയുടെ തന്നെ ജൂബിലി വർഷത്തിലാണ് നമ്മൾ. ഈശോയുടെ പിറവിയുടെ 2025 വർഷങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ അത് മഹാ ജൂബിലി വർഷമായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് നമ്മെ അറിയിച്ചിരിക്കുകയാണ്. നമ്മൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഭദ്രാസന ദേവാലയത്തിൽ തിരി തെളിച്ച് സന്ദേശം നൽകി രൂപത മുഴുവനും അറിയിച്ചിരുന്നു. രണ്ടാമത്തെ ഒരു പൊതുക്കാര്യം, സഭയിലെ ആദ്യത്തെ സൂനകദോസ്, നിക്കിയ സൂനകദോസ് കഴിഞ്ഞിട്ട് 1700 വർഷങ്ങൾ. 1700 വർഷങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു കാലഘട്ടമാണ്. 325 ആ സൂനകദോസ്. അതിൻ്റെ അനുസ്മരണ വർഷം ക്രൈസ്തവ ലോകം മുഴുവൻ നന്നായിട്ട് നടത്തണമെന്ന് പരിശുദ്ധ പിതാവ് പലതവണ നമ്മെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തി. നമ്മുടെ രൂപതയിലും അത് വിപുലമായിട്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് വർഗീസിനെയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു വർഷം മുഴുവൻ നമുക്കതാണ് നിഖിയായുടെ 1700 വർഷത്തിൻ്റെ അനുസ്മരണമാണ്. അച്ഛനത് രൂപത മുഴുവൻ പൊതുവായിട്ട് ഒരുപക്ഷെ അധ്യാപകർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് തനിച്ച് ഡിജിറ്റൽ സംവിധാനത്തിലോ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ടോ സാമാന്യം വ്യാപകമായൊരു പഠന പദ്ധതി നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാം വത്തിക്കാൻ സിനോദോസിൻ്റെ 50ാം വാർഷികം വന്നപ്പോഴും ജോർജ് വർഗീസിനാണത് രൂപതാ തലത്തിൽ ഓർഗനൈസ് ചെയ്ത് നടത്തിയത്. അതുകൊണ്ട് ഇത് നമുക്ക് ഈ വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു പഠന വിഷയമായിട്ടും വർഷമായിട്ടും നമ്മളതിനെ എടുക്കണം. ഞാൻ നിക്കിയായുടെ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. കാരണം ഏറ്റവും ആദ്യത്തെ ഡോഗ്മയാണ്, ഏറ്റവും ആദ്യത്തെ സജീവ സ്വഭാവമുള്ള ഡോക്ട്രിനാണ്. അത് ഈശോയെ കുറിച്ചാണ്. ഈശോ പിതാവിൻ്റെ സത്തയിൽ നിന്ന് ഉള്ളവനും പിതാവിനോട് സമനായിട്ട് ഉള്ളവരുമാണെന്നുള്ള ആ പ്രബോധനമാണ്. അത് ആഴമായൊരു പ്രബോധനമാണ്. അതിനെ നമ്മൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ ഒരു ദൈവ ഭാഷ, ദൈവശാസ്ത്ര ഭാഷ ഒക്കെ നമുക്ക് കൂടുതൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ അക്കാര്യത്തിലൊക്കെ തിരക്കേടില്ലാത്ത വിധത്തിൽ നമ്മുടെ വിശ്വാസ പരിശീലന പദ്ധതി വഴിയും ഇവിടെ നടക്കുന്ന ദൈവശാസ്ത്ര കോഴ്സ് വഴിയും ഒക്കെ നമ്മുടെ എല്ലാം മുൻപോട്ട് പോകുന്നുണ്ട്. എങ്കിലും നമുക്കിനിയും ആഴപ്പെടാനും പരിചയപ്പെടാനും പഠിക്കാനും എല്ലാം ഒരുപാട് മേഖലകൾ കിടക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയാണ്. നമ്മൾ 3-4 മാസങ്ങളായിട്ട് വ്യത്യസ്തമായ തലങ്ങളിൽ അതിൻ്റെ ആഘോഷങ്ങൾ നടത്തി. അതിലേറ്റവും ആദ്യത്തേതായിരുന്നു ഹോം മിഷൻ. നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മുടെ രൂപതയിലെ എല്ലാ വീടുകളും കയറി ഇറങ്ങി ഒരു മിറാക്കുലസ് വർക്കായിരുന്നു. എന്തുമാത്രം ടൈം സഹനം അവരതിൻ്റെ പേരിൽ ഏറ്റെടുത്തു. നമ്മളെ പോലുള്ള സാമാന്യം ബൃഹത്തായ ഒരു രൂപതയിലെ എല്ലാ വീടുകളിലും പോയി അവരെ കേൾക്കുക എന്നുള്ളത് അതിൽ കൂടുതലൊരു ഇവാഞ്ചലൈസേഷൻ, പാസ്റ്ററൽ കെയർ വർക്ക് നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. അവരെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. പിന്നെ നമ്മൾ വലിയ സമ്മേളനങ്ങൾ രാമപുരം കേന്ദ്രമാക്കി നടത്തി. അതിലും ജോർജ് വർഗീസിൻ്റെ നിർണായകമായ പങ്കുണ്ടായിരുന്നു. രാമപുരം മീറ്റിങ്ങിനും യൂത്ത് മീറ്റിങ്ങിനുമെല്ലാം അങ്ങനെ നമ്മൾ പല കാര്യങ്ങൾ ചെയ്തു. ഇനിയും നമുക്ക് മിഷൻ മീറ്റ് എടുക്കാനൊക്കെ വരുന്നു. സമാപനം ജൂലൈ 26 കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ചാണ്. ഇടയിൽ ചെറിയ മറ്റു ആളുകളെയൊക്കെ കാണുകയും സംസാരിക്കുകയും വിളിക്കുകയും എല്ലാം ചെയ്യുന്ന കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ നമ്മുടെ രൂപതയുടെ
സമഗ്രമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു വാന്ത് നിലനിർത്താനും വളർത്താനുമുള്ള ഒരവസരമായിട്ട് നമ്മൾ ഈ വലിയ വർഷത്തെ നമ്മുടെ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തെ നമ്മൾ കാണണം. ഇന്ന് 76ാമത് റിപ്പബ്ലിക് ദിനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. അത് ഭരണഘടന നമുക്ക് കിട്ടിയതും ആ ഒരു സീക്രട്ട് ബുക്കിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ജീവിക്കാനും പ്രവർത്തിക്കാനുമെല്ലാം സാധിക്കുന്നതിൻ്റെ വ്യക്തമായൊരു അടയാളപ്പെടുത്തലും കൂടിയാണ്. ആ ദിവസമാണ് നമ്മൾ ഇവിടെ നമ്മുടെ സൺഡേ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരുന്നത്. ഞാൻ 2 ചെറിയ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ഇന്നലെയും ഇന്നും നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ വായിച്ച തിരുവചനത്തെക്കുറിച്ചുള്ള ഓരോ ചിന്തയാണ്. ഇന്നലെ കനാൻകാരി സ്ത്രീ കർത്താവിൻ്റെ പക്കൽ വരുന്ന കാര്യമാണ്. ഞാൻ അതിനെ കാണുന്നത് എപ്പോഴും ഒരു കാറ്റഗറ്റിക്കൽ ടെക്സ്റ്റ് പോലെയാണ്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിജാതീയായ ഒരു സ്ത്രീ, കാനാന്, മൊബാബ്, അതൊക്കെ യഹൂദന്മാർ കയറുക പോലും ചെയ്യാത്ത സ്ഥലമാണ്. മൊബാബ് ക്ഷാളന മാത്രമാണെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. കൈ കഴുകി തുപ്പാനുള്ള സ്ഥലമാണ്. അവിടെ മാന്യന്മാരായിട്ടുള്ളവരാരും പ്രവേശിക്കുകയില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്ന് ഒരു സ്ത്രീ കർത്താവിനോട് വന്ന് അവരുടെ മകളെ പിശാച് ബാധിച്ചു, അതിൽ നിന്ന് രക്ഷിക്കണം എന്നുള്ള യാതനയുമായിട്ട് ദാവീദിന്റെ പുത്ര എന്ന് പറഞ്ഞ ഒരു ലിറ്റററി തന്നെയാണ്. ആ സ്ത്രീയുടെ വരവും ആ യാതനയും ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുന്നതും എന്നിൽ കനിയണമേ എന്ന് അപേക്ഷിക്കുന്നതെല്ലാം ഒരു ലിറ്ററിക്കൽ ടെക്സ്റ്റ് പോലെയാണ് കിടക്കുന്നത്. അവിടെ പ്രത്യക്ഷത്തിൽ നമുക്ക് വിസ്മയം തോന്നും. വളരെ ഹാർഡായിട്ടുള്ള ഒരു ഭാഗമാണ് സുവിശേഷത്തിൽ. പരിശുദ്ധ പിതാവ് എപ്പോഴും പറയുമല്ലോ, നമ്മൾ എല്ലാവരും 3 കാര്യമാണ് ചെയ്യേണ്ടത്. 1 ഹിയറിങ്, 2 ലിസണിങ്, 3 അക്കമ്പനിങ്. കേൾക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക, കൂടെ നടക്കുക. ഹിയറിങ്, ലിസണിങ് ആൻഡ് അക്കമ്പനിങ്. ഇത് പരിശുദ്ധപിതാവ് നമ്മളെ എല്ലാവരെയും, വിശേഷതയായിട്ട് ഞങ്ങളെപ്പോലെ വൈദിക ശുശ്രൂഷയിൽ നിൽക്കുന്നവരെയും സമർപ്പിതരെയും ഒക്കെ ഉദ്ദേശിച്ചാണ്. എല്ലാവർക്കും ബാധകമാണ് ആത്മായിരിക്കും. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ടെക്സ്റ്റിനെ നോക്കുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിലൊരു വേദന തോന്നും. ആ സ്ത്രീ വന്ന് ഈശോയോട് പറഞ്ഞു. ഈശോ ഒന്നും മിണ്ടുന്നില്ല. അതൊരു കടുത്ത അവഗണനയാണ്. ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ശിഷ്യന്മാർ പോലും പറഞ്ഞു, ദയവായിട്ട് ആ പെണ്ണോട് എന്തെങ്കിലും ഒരു വർത്തമാനം പറഞ്ഞതിനെ ഒന്ന് പറഞ്ഞയക്കണം, അത് പോകാതെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ രണ്ടാമതും ഈശോ പറഞ്ഞു, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേൽക്കാരുടെ മക്കളിലേക്കാണ്. പൊതുവായിട്ടുള്ള ധാരണ രക്ഷകൻ പറയുന്നത് യഹൂദ സംവിധാനത്തിലാണ്, രക്ഷ യഹൂദരിൽ നിന്നാണ് എന്ന് തിരുവചനം പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് അത് വളരെ ബ്ലണ്ടായിട്ട് ഞാൻ വന്നത് യഹൂദന്മാർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അതൊരു വലിയ തിരസ്കരണമാണ്. അപ്പോഴും ആ സ്ത്രീ പോകുന്നില്ല. ആ സ്ത്രീ അതിനെ നടന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് വളരെ കഠിനമായിട്ട് സംസാരിച്ചു. മക്കളുടെ അപ്പം, ഈശോയെ കുറിച്ചാണ് പറയുന്നത്. അത് പേഴ്സണലായിട്ട് ഈശോയാണ്. ദൈവാരാധന ക്രമത്തിൽ വിശുദ്ധ കുർബാനയാണ്. മക്കളുടെ അപ്പം അത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. പറഞ്ഞാൽ അതിന് വിശ്വാസമില്ലാത്തവർക്ക്, വിഗ്രഹാരാധകർക്ക്, വിശുദ്ധ കുർബാനയെ അധിക്ഷേപിക്കുന്നവർക്ക് അവർക്ക് ഈ അപ്പം കൊടുക്കുന്നത് നല്ലതല്ല. അത് രൂക്ഷമായ ഭാഷയാണ്. അങ്ങനെ 3 തിരസ്കരണങ്ങൾ ഈ സ്ത്രീ ഏറ്റുവാങ്ങുകയാണ്. പക്ഷേ ആ സ്ത്രീ കർത്താവിനെ അവിടെ പഠിപ്പിച്ചു. മക്കളുടെ അപ്പം വേണ്ട, അത് എനിക്ക് അർഹതയുമില്ല. എങ്കിലും യജമാനന്മാർ വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ കൈവിരലിൻ്റെ ഇടയിലൂടെ താഴെ വീഴുന്ന അപ്പക്കഷ്ണങ്ങളുടെ പൊടി എടുത്ത് കഴിച്ച് പൂച്ചകളും പട്ടികളും ഒക്കെ ജീവിക്കുന്നുണ്ടല്ലോ എന്ന് കർത്താവിനോട് പറയുകയായിരുന്നല്ലോ. അവിടെ കിടക്കുന്ന ഒരു ചിന്ത, ഒരു പൊടി കഷ്ണം
കർത്താവിൽ നിന്ന് കിട്ടിയാൽ മതി, ഞാൻ രക്ഷപ്പെടും, എൻ്റെ മകളും രക്ഷപ്പെടും, പിശാച് പുറത്താണ്. വലിയൊരു ടീച്ചിങ്ങാണ്, ഒരു ഡോഗ്മയേക്കാൾ വലിയ ടീച്ചിങ്ങാണ്. ഒരു കഷ്ണം കിട്ടിയാൽ മതി, നിന്റെ ഒരു ചെറിയ വാക്ക് മതി, നിന്റെ ഒരു പരിഗണന മതി, അല്ലെങ്കിൽ ഒരു ആംഗ്യം മതി എൻ്റെ മകള് സൗഖ്യം പ്രാപിക്കാനായിട്ട്. അപ്പോൾ ഈശോ പറഞ്ഞല്ലോ, നിന്റെ വിശ്വാസം വലുതാണ്. ബംഗാളിലെ മറ്റാരുടേതിനേക്കാൾ, എൻ്റെ കൂട്ടത്തിലുള്ള ശിഷ്യന്മാരുടേതിനേക്കാൾ, അല്ലെങ്കിൽ യഹൂദരുടെ വിശ്വാസത്തെക്കാൾ നിന്റെ വിശ്വാസം വലുതാണ്. അതാണ് വിശ്വാസ പരിശീലനം. നിന്റെ വിശ്വാസം വലുതാണ്. ആ ഒരു കാര്യം ആ സ്ത്രീയെ കൊണ്ട് പറയിപ്പിച്ച് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി ഈശോ കണ്ട ഒരു മാർഗമാണ്, അല്ലെങ്കിൽ സുവിശേഷകൻ രൂപപ്പെടുത്തിയ ഒരു പ്രബോധന ശൈലിയാണ്. വിജാതീയായ ഒരു സ്ത്രീയെ കൊണ്ട് കർത്താവിലുള്ള വിശ്വാസം യഹൂദന്മാരുടേതിനേക്കാൾ ശിഷ്യന്മാരുടേതിനേക്കാൾ വലുതാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ സൗഖ്യവും അവിടെ കിട്ടി. ഈശോ വലിയൊരു പ്രബോധനം അവിടെ കൊടുക്കുകയാണ്. ആ സ്ത്രീ കനാൻകാരി എല്ലാ വിജാതീയരുടെയും ഒരു അമ്മയെപ്പോലെ വന്നയാളാണ്. വിശ്വാസ പരിശീലനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് വരാൻ ഇതുപോലെ തിരസ്കരണങ്ങളും വഴക്കുകളും, ചിലപ്പോൾ അച്ഛന്മാർ വഴക്ക് പറഞ്ഞെന്നിരിക്കും, അല്ലെങ്കിൽ സാറന്മാർ വഴക്ക് പറഞ്ഞെന്നിരിക്കും, അവർ ചിലപ്പോൾ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുന്ന പിള്ളേരോട് മിണ്ടിയിരുന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ ഓർപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞെന്നിരിക്കും. അതെല്ലാം നിങ്ങളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഈ ടെക്സ്റ്റ് നമുക്ക് നൽകുന്ന വലിയൊരു പ്രബോധനം അതാണ്. വിശ്വാസത്തിൽ ആഴപ്പെട്ടാൽ എല്ലാ പിശാചുക്കളും പുറത്തു പോകും. പിന്നെ നമ്മുടെ പിശാചുക്കൾക്ക് ജീവിക്കാൻ ഒക്കെയില്ല. നമ്മളുടെ വലിയൊരു പരിശ്രമം എല്ലാ അച്ഛന്മാരും നടത്തുന്നതും നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളായിട്ട് കരുതുന്നതും ഈ വിശ്വാസ പരിശീലനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ കനായിലെ വിവാഹ വിരുന്നിൻ്റെ 11 തിരുവചനങ്ങളായിരുന്നല്ലോ. ഇവിടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ടെക്സ്റ്റാണ്. അവിടെ ഒരു വിശ്വാസ പരിശീലനത്തിൻ്റെ അടിസ്ഥാന വേരുകൾ കിടപ്പുണ്ട് എന്ന കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അമ്മ പറഞ്ഞപ്പോൾ തമ്പുരാൻ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. അതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അമ്മ പറഞ്ഞപ്പോൾ ഈശോ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു. അമ്മ അവിടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ടാണ് തീർന്നത്. ഈശോ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതും ആ സുവിശേഷ ഭാഗത്തിൻ്റെ ഏറ്റവും ബാഹ്യമായിട്ടുള്ള അർത്ഥങ്ങളുടെ ആ ഒരു പ്രതിസന്ധി അവിടെ തരണം ചെയ്യുന്നതും അമ്മയോടുകൊണ്ടാണ്. പരിശുദ്ധ അമ്മയോടുള്ള, മർത്തുമറിയത്തോടുള്ള നമ്മളുടെ പുരാതനമായ പാരമ്പര്യം, പ്രബലങ്ങാട് എല്ലാം കേന്ദ്രമാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഈശോ നടത്തുന്ന ആദ്യത്തെ അടയാളമാണ് യോഹന്നാന്റെ സുവിശേഷം. 7 അടയാളപ്പെടുത്തലാണല്ലോ. 1 കനായിലെ വെള്ളം വീഞ്ഞാകുന്നത്, 2 അവിടെ രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തുന്നത്, 3 തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നത്, 4 അപ്പം വർദ്ധിപ്പിക്കുന്നത്, 5 വെള്ളത്തിന് മീതെ ഈശോ നടക്കുന്നത്, 6 അന്ധനെ സുഖപ്പെടുത്തുന്നത്, 7 ലാസറിനെ ഉയർപ്പിക്കുന്നത്. ഈ 7 അടയാളങ്ങൾ നമുക്ക് നമ്മൾ വായിച്ചു പഠിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം നമുക്ക് ആഴത്തിൽ കിട്ടും. അത് സെമീയ മിറക്കിൾ അടയാളങ്ങളാണ്. ഈ 7 അടയാളങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം. അവിടെ ആദ്യത്തെ അടയാളമാണ് ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് തിരുസഭ, നമ്മുടെ സഭ തന്നിരുന്നത്. ഇതിൽ 1-2 കൊച്ചു കാര്യങ്ങൾ. അത് 3-ാം ദിവസം കാനായിൽ നടന്നൊരു കാര്യമാണ്. 3-ാം ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അത് ഉത്ഥാനത്തിൻ്റെ ദിവസമാണ്, ആഴ്ചയിലെ ആദ്യ ദിവസമാണ്, ഞായറാഴ്ചയാണ്, ഏറ്റവും വലിയ വെളിപാട് നടത്തപ്പെട്ട ദിവസമാണ്. 3-ാം ദിവസം കാനായിൽ ഇത് നടന്നു എന്ന് പറയുമ്പോൾ അതൊരു ഈശോയുടെ മരണോത്ഥാനങ്ങളെല്ലാം കഴിഞ്ഞ്, അല്ലെങ്കിൽ അത് നടക്കുന്നതിന് മുമ്പ് ആ ഒരു വലിയ കൃപ ആ സമൂഹത്തിലേക്ക്
കൊണ്ടുവന്ന് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ നടക്കുന്ന ഓരോ കാര്യവും. അവിടെ അമ്മ പറയുന്നൊരു കാര്യം, വീഞ്ഞ് കുറേ പേര് നേരത്തെ വന്നു, അല്ല നല്ല കുടിയന്മാരാണ് വന്നത്, പ്രതീക്ഷിച്ചത് കൂടുതൽ അവർ കുടിച്ചു, അതുകൊണ്ട് ഇനി സ്റ്റോക്കില്ല. അതൊന്നുമല്ല. അമ്മ പറയുന്നത് എന്താണ്? They have no wine. അവർക്ക് വീഞ്ഞില്ല. They have no wine. അവിടെയാണ് ആ തിരുവചനത്തിൻ്റെ അർത്ഥം ആഴത്തിൽ കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് വീഞ്ഞില്ല. അവർക്ക് കിട്ടേണ്ട വീഞ്ഞ് ഈശോയാണ്, സുവിശേഷമാണ്. അവർക്ക് വേണ്ടത് സാധാരണ മദ്യം കഴിച്ചുള്ള ഇൻടോക്സിക്കേഷൻ അല്ല. അവർക്ക് വേണ്ടത് സ്പിരിച്വലായിട്ടുള്ള എൻലൈറ്റൻമെൻ്റാണ്. അതിന് ഉപകരിക്കത്തക്ക വിധമാണ് 6 കൽഭരണികൾ അവിടെ ഇരുന്നത്. ഈ കൽഭരണികൾ സംസാരിക്കുന്ന ഒരു ലേഖനത്തിൽ ഒരു ലേഖനകർത്താവ് ഈ കൽഭരണി നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. ഞങ്ങൾ 6 കൽഭരണികളായിരുന്നു. കനായിലെ കല്യാണ വീട്ടിൽ ഞങ്ങളുണ്ടായിരുന്നു. യഹൂദരുടെ ശുദ്ധീകരണത്തിനായി ഞങ്ങൾ പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടു. എന്നാൽ കാനായിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെട്ടു. ഈശോ നോക്കിയപ്പോൾ ഭരണികളിലെ വെള്ളം മധുരമുള്ളതായി മാറി, വീഞ്ഞായി മാറി. വെറും കല്ലുകൊണ്ടുള്ള ഭരണികളായിരുന്നല്ലോ ഞങ്ങൾ. എന്നാൽ ദൈവപുത്രൻ ഞങ്ങളെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി, ആദ്യ അത്ഭുതത്തിനായി തിരഞ്ഞെടുത്തു എന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ആ കൽഭരണി നടത്തുന്ന ഒരു വിചിന്തനം ഒരു ലേഖകൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവർക്ക് കിട്ടിയ ഭാഗ്യം, അവർക്ക് കിട്ടിയ ആ ഒരു സന്തോഷം. അവിടെ നമ്മൾ സഭയായിട്ട് ചിന്തിക്കുമ്പോൾ ഖനായിലെ വീട്ടിൽ നടന്ന കാര്യം, അവർ യഹൂദന്മാരായിരുന്നു, വലിയ ആചാരങ്ങളുടെ ആളുകളായിരുന്നു, എല്ലാ നിയമങ്ങളും പാലിക്കുന്നവരായിരുന്നു. പക്ഷേ ആ സമൂഹത്തിൽ യഹൂദന്മാരുടെ എല്ലാ അനുഷ്ഠാനങ്ങളും പൂർണ്ണമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ആ സമൂഹത്തിലാണ് അമ്മ പറഞ്ഞത് they have no wine. അവർക്ക് രുചികരമായിട്ടുള്ളത് ഒന്നുമില്ല. അവർക്കുള്ളതിനോട് അവർക്ക് മടുപ്പാണ്. അവർക്ക് ജീവൻ നൽകുന്ന കാര്യമായിട്ട് ആ വീട്ടിലെ വിരുന്നും ആ കല്യാണ ചടങ്ങും ഒന്നും അവർക്ക് അനുഭവപ്പെടുന്നില്ല. അതെല്ലാം ഒരു ജീവനില്ലാത്ത പഴമയുടെ കാര്യമായിട്ട് മാറുകയാണ്. അവർക്ക് സന്തോഷത്തിൻ്റെ മുഖഭാവങ്ങൾ ഒന്നുമില്ല. എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുകയാണ്. അത് പഴയ നിയമത്തെക്കുറിച്ചുള്ള ഒരു കാര്യം അമ്മ ഇവിടെ പറയുകയാണ്. നൂറ്റാണ്ടുകളായിട്ട് യഹൂദന്മാർ അനുഭവിച്ച ഒരു വേദന, രക്ഷകനെ നോക്കിപ്പാർത്തിരിക്കുന്ന ഒരു സമൂഹം. അതാണ് കാനായിലെ കല്യാണ വീട്. They have no wine. അപ്പോഴാണ് ഈശോ പറഞ്ഞത് എനിക്കും നിനക്കും. അത് അമ്മയ്ക്ക് രക്ഷാകര പദ്ധതിയിലുള്ള വളരെ പ്രകടമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് അത് നെഗറ്റീവായിട്ട് തോന്നിയാലും എനിക്കും നിനക്കും എന്താണ്, ഇപ്പോൾ സമയം ആയില്ലല്ലോ, എൻ്റെ പീഡയും മരണവും ഉത്ഥാനവും ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, നമുക്കിപ്പോഴിത് സാധ്യമല്ലല്ലോ. പക്ഷേ അമ്മ പറഞ്ഞതനുസരിച്ച് ഉത്ഥാനത്തിൻ്റെ ആ സന്ദേശം ഇവിടേക്ക് പകരുകയാണ്. അപ്പോഴാണ് അവർക്ക് വലിയ ആനന്ദമുണ്ടായത്. ഈശോ അവരെ വെറുതെ വിട്ടില്ല. അവിടെ ഇരുന്ന അതിൻ്റെ നടത്തിപ്പുകാർ അവരോട് പറയും, നിങ്ങൾ ഈ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കണം, നല്ല അധ്വാനമാണ്, ഒരുപാട് ഗ്യാലൻ കൊള്ളുന്ന ഉൾവ്യാസമുള്ള കൽഭരണികളാണ്. അവരധ്വാനിച്ചു. നമ്മുടെ അധ്വാനമാണ് നമ്മുടെ രക്ഷയുടെ അടിത്തറയായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അച്ഛനോട് പറഞ്ഞല്ലോ, നമ്മുടെ വിശ്വാസ പരിശീലനം 6 ദിവസങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് അധ്വാനമുണ്ട്, ക്ലേശങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഫലം എന്താണ്? നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന കൽഭരണികളാണ്. അത് വെള്ളം കുടിച്ച് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു അസംതൃപ്തി മാറ്റിയിട്ട്
അവിടെ കർത്താവ് അതിനെ റീപ്ലേസ് ചെയ്യുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പുത്തൻ വീഞ്ഞ് ഈശോയാണ്, സുവിശേഷമാണ്, അവിടുത്തെ വാക്കുകളാണ്. അത് ആ സമൂഹത്തിലേക്ക് പകർന്നപ്പോൾ, ഈശോ വീട്ടിനുള്ളിലേക്ക് കയറിയപ്പോൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് സംഭവിച്ചു. അതുകൊണ്ട് അവിടെ നമ്മൾ കാണുന്ന ആ വിശ്വാസത്തിൻ്റെ ആഴപ്പെടലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വാസ്തവം പറഞ്ഞാൽ ഈശോയുടെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള ഒരു ടെക്സ്റ്റാണ്. അതിലാണല്ലോ നമ്മുടെ എല്ലാ ആലോചനകളും പഠനങ്ങളും ക്ലാസ്സുകളും എല്ലാം. ഈ രണ്ട് സുവിശേഷ ഭാഗങ്ങൾ ഇന്നലെയും ഇന്നും നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ കേട്ട ആ ടെക്സ്റ്റുകൾ നല്ല കാറ്റഗറ്റിക്കൽ ടെക്സ്റ്റുകളാണ്. അതിൻ്റെ പിന്നിൽ ഉള്ള ആ കാര്യം, ആദ്യത്തേതിൽ ഒരു അംശം, ഒരു പൊടി, നമ്മൾ കുഞ്ഞിന് മാമോദീസ കൊടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ നേരിയ ഒരു പൊടി കഷ്ണമാണ് കൊടുക്കുന്നത്. നമുക്കറിയാം പൂർണ്ണമായിട്ടും അത് ഈശോ ആണെന്ന്. തിരുരക്തം കൊടുക്കുകയാണെങ്കിൽ കാർണികൻ വിരലുകൊണ്ട് തിരുരക്തത്തിൽ മുക്കി ഒരു തുള്ളി വീഞ്ഞ് കുഞ്ഞിൻ്റെ നാവിൽ തൊട്ട് കൊടുക്കുകയാണ്. ആ ഒറ്റ തുള്ളി ഈശോയുടെ രക്തമാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതാണ് കാറ്റഗീസിസ്, അതാണ് വിശ്വാസം. ആരായി വരുമ്പോഴും സുവിശേഷത്തോടും ഈശോയോടും പരിശുദ്ധ അമ്മയോടുമുള്ള നമ്മുടെ ആ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ കാണേണ്ട ആ കാര്യങ്ങളിലേക്കുള്ള നിരന്തരമായ പ്രബോധനം കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഞ്ഞില്ലാത്തവരായി വറ്റി വരണ്ട് സുവിശേഷം വായിക്കാൻ മടിയുള്ളവരായിട്ട്, തിരുവചന പ്രഘോഷണം കേൾക്കാൻ താല്പര്യമില്ലാത്തവരായിട്ട്, കാനായിലെ വീട്ടിനുള്ളിലെ ആദ്യത്തെ ആളുകളെ പോലെ നമ്മൾ ആരും ആയിരിക്കരുത്. അതെല്ലാം കഴിഞ്ഞുപോയി ഘന ഉത്ഥാനത്തിൻ്റെ ഉദ്ധിതൻ്റെ സന്തോഷം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയ സ്ഥലമാണ്. മലപ്രേമിയാളം പറഞ്ഞല്ലോ, ആ കൽഭരണികൾ വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു. അത് ഈശോയുടെ വാക്കുകളെ ഗർഭം ധരിച്ച് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചതാണ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന കൽഭരണികൾ. അതാണ് തിരുവചനം കേൾക്കുമ്പോൾ, ഏത് തിരുവചന ഭാഗവും നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ അത് സഭയോടും സഭയുടെ പിതാക്കന്മാരോടും വിശുദ്ധ കുർബാനയോടും ചേർന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് നൽകുന്ന കാര്യമായിട്ട് തന്നെ നമുക്ക് അനുഭവപ്പെടും. അങ്ങനെ കർത്താവിൻ്റെ ആ തിരുവചനം കൂടുതലായിട്ട് പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കുവാനുമായിട്ടുള്ള നല്ല അവസരമാകട്ടെ നമ്മളുടെ കൂടിവരവുകൾ. പ്രത്യേകിച്ച് ഈ വിശ്വാസ പരിശീലന വേദികളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, നമ്മൾ എല്ലാം നൽകി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി, കനായിൽ ആ കൽഭരണികൾ നിറഞ്ഞ് കവിഞ്ഞപ്പോഴുള്ള ആ ഒരു തൃപ്തി, അതേസമയം ഈശോയുടെ ശിരസിൽ തൈലം പകർന്ന മറിയം കൊണ്ടുവന്ന ആ കൽ ഭരണിയുണ്ടല്ലോ, അതിനകത്തുള്ളത് മുഴുവനും കൊടുത്തു. പിന്നെ ആ ഭരണിക്കുള്ളിൽ ഒന്നുമില്ല, എല്ലാം കർത്താവിന് വേണ്ടി കൊടുത്തതാണ്. ആ ഭരണി നടത്തുന്ന ഒരു ചിന്ത കൂടെ ഞാൻ വായിക്കാം. ഞാനിപ്പോൾ ശൂന്യയാണ്, എന്നിൽ നിറഞ്ഞു നിന്ന സുഗന്ധദ്രവ്യം അവൻ്റെ തലയിൽ ഒഴിച്ചു. എൻ്റെ ഉടമസ്ഥയുടെ കണ്ണുകളിൽ ഞാൻ ഇപ്പോൾ സ്നേഹം കണ്ടു. എത്ര പേർ എൻ്റെ ഉടമസ്ഥയെ പരിഹസിച്ചു. ഇത്ര വിലയേറിയ ധൈര്യം എന്തിന് കളയുന്നു? അത് ഒഴിച്ചപ്പോൾ ഭവനം മുഴുവനും സൗഗന്ധികം പരന്നു. എൻ്റെ സംസ്കാരത്തിന് വേണ്ടി അത് നിങ്ങൾ സൂക്ഷിച്ചുവെന്ന് ഈശോ പറഞ്ഞു. ലോകം മുഴുവൻ ഈ കഥ ഇന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു സ്ത്രീയുടെ സ്നേഹത്തിൻ്റെ സമർപ്പണത്തിൻ്റെ കഥയാണ്. എന്നിലൂടെ അവളുടെ വിലപ്പെട്ടതെല്ലാം നൽകാൻ കഴിഞ്ഞല്ലോ എന്നതാണ് എൻ്റെ സന്തോഷം. ആ കൽപ്പന പറയുന്നതാണ്, എന്നിലൂടെ ഈ ഏറ്റവും വിലപ്പെട്ട കാര്യം നൽകാൻ സാധിച്ചല്ലോ. എല്ലാം കൊടുത്തു, ഒന്നും കയ്യിലില്ല. അപ്പോഴുണ്ടാകുന്ന ആ ഒരു സംതൃപ്തി. നിങ്ങൾ 12,500 സാറന്മാർ ഒരു പ്രതിഫലവും പറ്റാതെ ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ചയുടെ ആ ഒരു തൃപ്തി
ഇങ്ങനെ വന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി, ഈ രൂപതയ്ക്ക് വേണ്ടി എല്ലാ ഞായറാഴ്ചയും വന്ന് നിങ്ങൾ ആ സമയം പകർന്നു കൊടുക്കുമ്പോൾ ഈ കൽഭരണിയുടെ സംതൃപ്തിയാണ് നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ ഈ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. നമ്മൾ എംറ്റി ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംതൃപ്തി. എല്ലാം കൊടുത്തു മറ്റുള്ളവർക്ക് വേണ്ടി, അത് വെറുതെ ഒന്നും കളഞ്ഞതല്ല, മറ്റുള്ളവരെ വളർത്താൻ വേണ്ടി എല്ലാം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സംതൃപ്തിയാണ് വിശ്വാസ പരിശീലന അധ്യാപകർക്കുള്ളത് എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. നമുക്ക് ഈ വലിയ ദിവസം ഇവിടെ നമ്മളുടെ രൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വീട്ടിൽ ഒരുമിക്കാനും പഠിക്കാനും ചിന്തിക്കാനും നിങ്ങൾ എത്രയോ മണിക്കൂറുകൾ ഇന്നതിന് വേണ്ടി കണ്ടെത്തി. അത് വലിയ വിലപ്പെട്ട കാര്യമായിട്ട് കരുതുകയാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന സ്നേഹനിധിയായ ജോർജ് വർഗീസിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അച്ഛൻ്റെ അറിവും പഠിപ്പും സാമർഥ്യവും നമ്മുടെ രൂപതയുടെ ഓർഗനൈസേഷണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഏത് കേസും വഴക്കും തർക്കവും ഒക്കെ ഉണ്ടാകുമ്പോഴും അച്ഛനെ ഒന്ന് പറഞ്ഞു വിട്ടാൽ ഏതാണ്ടൊക്കെ ഒരു ഉത്തരം അവിടെ കിട്ടും. അച്ഛൻ്റെ അടുത്ത് അധികമായും പ്രകടിക്കുക അതൊരു വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്തൊക്കെ ആക്രമണങ്ങളൊക്കെ പലതുണ്ടല്ലോ. അപ്പോൾ ഇതുപോലുള്ള അച്ഛന്മാർ നമുക്ക് ആവശ്യമാണ്. വെറുതെ നമ്മൾ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടൊന്നും നമുക്ക് ചിലപ്പോൾ പിടിച്ചിരിക്കാനൊക്കെ. അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും എല്ലാം ജോർജ് വർഗീസിൻ്റെ സാന്നിധ്യം വളരെ വിലപ്പെട്ടതാണെന്ന് കൂടെ ഞാൻ ഓർക്കുകയാണ്. അശ്വനാളുകളിൽ ഈ വർഷങ്ങളിൽ വളരെയേറെ പ്രതിസന്ധി ഉളവാക്കിയ സ്ഥലങ്ങളിലൊക്കെ കമ്മീഷനായിട്ടും ഏകാംഗ കമ്മീഷനായിട്ടും വെറുതെ ഞാൻ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞ കോടുമെല്ലാം ഇടപെടുകയും അവിടെയെല്ലാം രൂപതയുടെ സ്വരം, ഈശോയുടെ സ്വരം കൊടുക്കാനായിട്ട് അച്ഛൻ പരിശ്രമിച്ചു. അത് സമാധാനത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെതാണ്, മതമൈത്രിയുടേതാണ്, സഹോദര്യത്തിൻ്റെതാണ്. അതാണ് നമുക്ക് വേണ്ട സന്ദേശം. അത് കൊടുക്കാനായിട്ട് അച്ഛന് നല്ലതുപോലെ കഴിയുന്നുണ്ട്. നമ്മുടെ സഭയിൽ നിന്നുള്ള കർദിനാൾ കൂവക്കാടിന് പരിശുദ്ധ പിതാവ് ഇന്നലെ ഇന്റർ റിലീജിയസ് ഡയലോഗിൻ്റെ പ്രീഫെക്റ്റായിട്ട് ആ ഡിക്കാസ്ട്രിയുടെ തലവനായിട്ട് നിയമിച്ചിട്ടു. നമ്മുടെ മാധ്യമങ്ങളുടെ കൂടെ അറിഞ്ഞു കാണും. വളരെ വലിയൊരു അപ്പോയിൻമെൻ്റാണ്. കൂവക്കാട് കർദിനാൾ എനിക്ക് തലേ ദിവസം എഴുതിയിരുന്ന കാര്യം പറഞ്ഞ് പിറ്റേ ദിവസം അനൗൺസ് ചെയ്യുള്ളൂ, ഇതിന് മുമ്പ് ആരോടും പറയേണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ റൂമിൽ നിന്ന് അനൗൺസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാരും മറുപടി ഇട്ടു. അതിൽ ഞാൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, പിതാവിന് കർദിനാളിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ശുശ്രൂഷാ രീതിയാണിത്. കാരണം ഇന്റർ റിലീജിയസ്, വ്യത്യസ്ത മതങ്ങൾ അവരുടെ പ്രസക്തി എന്താണെന്ന് പിതാവിനെ പോലെ മറ്റാർക്കും വേറെ ലോകത്തിലുള്ള ഏത് കർദിനാളിനെ വെച്ചാലും അത് മനസ്സിലാകുകയില്ല. നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരു കർദിനാള് ഇന്റർ റിലീജിയസ് ആയിട്ടുള്ള ആ ഡിക്കാസ്ട്രിയുടെ ആ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റായിട്ട് തലപ്പത്ത് വരുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. കാരണം ഹീനോസ് നമുക്കറിയാമല്ലോ ക്രൈസ്തവ മതത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ജൈന മതത്തിൻ്റെയും എല്ലാം പ്രത്യേകത എന്താണെന്നും അവരുടെ പ്രസക്തി എന്താണെന്നും അവർ ഈ രാജ്യത്തിൻ്റെ മക്കളാണെന്നും എല്ലാം നമുക്കറിയാം. അവിടെ ഈശോയുടെ യുണീക്ക്നെസ്, സുവിശേഷത്തിൻ്റെ പ്രാധാന്യം, പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രസ്ഥാനം ഒക്കെ നമ്മൾ മുറുകെ പിടിച്ച് അതിനൊക്കെ ഇടപെടുമ്പോൾ നമുക്കവിടെ എല്ലാം ഈശോയെ കൊടുക്കാനായിട്ട് സാധിക്കും. അവർ പറയുന്നത് അതേപടി കേൾക്കാനല്ല നമ്മൾ പോകുന്നത്, നമ്മുടെ സ്പേസ് എന്താണെന്ന് അതിൻ്റെ വാഹനമായിട്ട് നമ്മൾ ഒപ്പിച്ച് കൊടുത്തതായിരിക്കണം ഈ ഡിക്കാസ്ട്രിയുടെ ചുമതല. കാരണം അദ്ദേഹത്തിന് ചങ്ങനാശ്ശേരി എത്രയോ വ്യത്യസ്ത മതവിഭാഗത്തിൽ പെട്ടവർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളോട് നമ്മൾ ചെയ്യുമ്പോഴും ഈശോയുടെ യുണീക്ക്നെസ് മുറുകെ പിടിച്ച് സഭയുടെ സുവിശേഷ അടിത്തറ എടുത്തു കാണിച്ച് ദൈവാരാധനയിൽ നമ്മളുടെ ജീവിതത്തെ മുഴുവൻ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ അച്ഛൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള
ആളുകളെല്ലാം, ഡോക്ടർ ജോസുണ്ട്, ഷാബു സാറുണ്ട്, ഷമാഷനുണ്ട്, മറ്റ് സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റർ റജീന, നൂറ്റാണ്ടിൻ്റെ ഓഫീസ് ശുശ്രൂഷ പരിചയമായിട്ടാണ് സിസ്റ്റർ അവിടെ ഇരിക്കുന്നത്. നൂറ്റാണ്ട് എത്ര വലിയൊരു അനുഭവ സമ്പത്താണ് ആ വലിയ ഓഫീസിലൂടെ, രൂപതയുടെ ഹൃദയസ്ഥാനത്ത് നിൽക്കുന്ന ആ ഓഫീസിലൂടെ അവർക്ക് ഉള്ളത്. ഞാൻ വാക്കുകൾ സ്വീകരിക്കുന്നു. നിങ്ങളെല്ലാവരെയും